ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മളിവിടെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് നേരം പോലെ വീഡിയോ എടുക്കാനോ ഇടാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനായിട്ടും പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നേരം വിളിച്ചാകുമ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ നീച്ചിട്ടോ. പിന്നെ പല്ല് തേക്കലും സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ പ്രഭാത പ്രവൃത്തികൾ അതിട്ടോ. പിന്നെ അതിന് ശേഷം സാധാരണത്തെ പോലെ തന്നെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം ജോലിയൊന്നും ചെയ്യാറില്ല കേട്ടോ. ജോലി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, അങ്ങനെ ഞാൻ പോയിട്ട് ഇടപെടാറില്ല. അതാണ് കേട്ടോ മെയിൻ റീസൺ. ഇപ്പോൾ പണിയൊക്കെ നടക്കണ കാരണം കൊണ്ട് ഇപ്പോൾ പണിയുണ്ട് കേട്ടോ. വീട്ടിൽ തേപ്പും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാത്ത സമയത്തുള്ള കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ മുറ്റടിച്ച് വരാൻ വേണ്ടി ബാക്ക് വശമാണ് കേട്ടോ അടിച്ച് വരുന്നത്. ഇവിടെ നിന്ന് പിന്നെ അത്ര വലിയ മുറ്റമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അധികം റിസ്ക് ഒന്നുമില്ല കേട്ടോ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട്. വേഗം തന്നെ കഴിയും കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ തന്നെ അടിച്ച് വരലൊക്കെ കഴിയും. നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറ്റുള്ള കാരണം കൊണ്ട് 5 മിനിറ്റ് പോയിട്ട് അരമണിക്കൂർ നിൽക്കേണ്ടി വരും കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ പിന്നെ ഉമ്മറത്തൊക്കെ മണലും എല്ലാം ഉള്ള കാരണം കൊണ്ട് തന്നെ അത്രയും ഭാഗമൊന്നും മുറ്റടിക്കേണ്ട ആവശ്യമില്ലെന്നല്ല, അത്രയും ഭാഗമൊന്നും മുറ്റടിക്കണമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും കേട്ടോ. മണലൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മുടെ വീട്ടിലത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ തന്നെയാണ് ചെയ്യണത്. നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യണു, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വേണം കേട്ടോ അത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു ഇതും കൂടി, പിന്നെ ചൂടുള്ള കാരണം കൊണ്ട് പണിയെടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. നല്ല വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ വെക്കേഷന് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ വരാനൊന്നും പറ്റില്ലല്ലോ. കിച്ചുവിന് ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വെക്കേഷൻ തീരുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ലല്ലോ, വിഷുവും കൂടി വരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പും കൂടി ഉണ്ട്. പിന്നെ ഞാൻ അകത്തേക്ക് കയറി മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് ഇവിടെ പായൊന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കിച്ചു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കിച്ചും ഏട്ടനും താഴെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പായ മടക്കിയിട്ടുണ്ടായിരുന്നില്ല, അവ നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കുറച്ച് നേരം വൈകി നീച്ചപ്പോൾ തന്നെ. പിന്നെ നല്ലോണം ഒന്ന് വെളിച്ചം വരട്ടെ വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒക്കെ ഒന്ന് കൊട്ടിക്കുടഞ്ഞിട്ട് വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വിരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും മക്കൾ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പണിയൊക്കെ ഒരുങ്ങും കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലീവൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ പണി ഇന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പണി എനിക്ക് ഓർമ്മയില്ലാത്ത കാരണമാണ് കേട്ടോ. കാരണം കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയ കാരണം കൊണ്ട് തന്നെ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ തുടങ്ങണത് തന്നെ പണി കേട്ടോ. തുടങ്ങുന്ന ദിവസമാണ് അമ്മ ലീവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വിരിച്ചു. എന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്ന് വെട്ടവും വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ തുറന്നിട്ടു കേട്ടോ. പിന്നെ ജനൽ എപ്പോഴും രാത്രിയും തുറന്നിടില്ല കേട്ടോ. കാരണം നമ്മുടെ തൊട്ട് ബാക്കിലും മതിലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നല്ല പേടിയാണ് കേട്ടോ. വല്ല പാമ്പരിച്ച് കയറിയതൊക്കെ പേടിച്ചിട്ട് അമ്മയൊന്നും ജനൽ തുറന്നിടാൻ തന്നെ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നു കേട്ടോ. ഒക്കെ പരത്തിയിട്ട് സഞ്ചിന്ന് കൊട്ടിയിട്ട് തുണികൾ തിരയുമ്പോൾ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കൊട്ടലാണ് കേട്ടോ. അത് കൊട്ടിക്കഴിഞ്ഞ് പിന്നെ അത് എടുത്ത് വയ്ക്കാതെ അങ്ങനെ പോവും. അതാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കസേരയുടെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി സഞ്ചിയിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഷോക്കേസിലൊന്നും വെക്കാൻ സ്ഥലമില്ല. അതിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട് ആവശ്യത്തിന് തുണികളും. അപ്പോൾ അത് എൻ്റെയും കൂടി കുട്ടികളുടെ എൻ്റെയും കൂടി വെക്കണില്ല വെച്ചിട്ട് ഞാൻ സഞ്ചിയിൽ നിന്ന് തന്നെ മാറ്റാറൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ അച്ഛനും മക്കളൊക്കെ പല്ല് തേക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ നീച്ചിട്ട് കുറേ നേരമായി കേട്ടോ. പക്ഷേ പല്ലേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് നീച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടും അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ട് നടന്നിട്ടൊക്കെയാണ് പല്ല് തേപ്പ് തുടങ്ങുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. എനിക്ക് നീച്ച പാടെ പോയിട്ട് പല്ല് തേച്ചാലാണ് എനിക്ക് സമാധാനമുള്ളൂ കേട്ടോ. എനിക്കല്ലെങ്കിൽ എന്തോ ഒരു അറപ്പ് പോലെയാണ്. അങ്ങനെ അവർ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്നതിന് മുന്നേ
എന്താണ് ഇവിടെയൊക്കെ ഒന്ന് നനച്ചിടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ആയിട്ട് തേക്കാതെ കിടക്കണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കട്ടയൊക്കെ ഒന്ന് നനഞ്ഞ് കുതിരണം പറഞ്ഞിട്ട് ഏട്ടൻ നനയ്ക്കാൻ പറഞ്ഞപ്പോൾ അമ്മു പോയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം വന്ന കാരണം കൊണ്ട് തന്നെ അമ്മു നനയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ ചുമര് പോയിട്ട്. അതിന് ശേഷം പിന്നെ ഇതാ കുറേ കഴിഞ്ഞ് പണികളൊക്കെ ഒരു ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി പോന്നു കേട്ടോ വയ്യാതെ. വെയിൽ കൊണ്ട് ഉപ്പാടിളകിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ കുറേ ഇരുമ്പമ്പുളി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടുത്തെ മരം തന്നെയാണ്. ഇരുമ്പമ്പുളി കുറേ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊട്ടിക്കാമെന്ന് വെച്ചിട്ട് അപ്പു മരത്തിൽ കയറിയിട്ട്, മരം എന്ന് പറയാൻ പറ്റില്ല, വലിയ മരം എന്നല്ല എന്നാലും മരം, അതിൽ കയറിയിട്ട് അപ്പുമാണ് കേട്ടോ പൊട്ടിക്കണ്. അപ്പോൾ അവന് കവറൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇടയിൽ കൂടെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിപ്പുണ്ട്, എന്നാലും നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളിയല്ലേ. പിന്നെ ഇതിൻ്റെ ചള്ളാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ അത്ര പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല മൂത്തതൊക്കെ ആണെങ്കിൽ നല്ല പുളിച്ചിട്ട് തിന്നാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനും അമ്മയും എല്ലാവരും മേലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പാൽ വാങ്ങിയതാണ് കേട്ടോ. അത് ഷെയ്ക്കൊന്നും അടിച്ചില്ല, കാരണം പാൽ കട്ടയാവണില്ല കേട്ടോ. എത്ര നേരം വെച്ചിട്ടും പാൽ കട്ടയാവണില്ല. അപ്പോൾ ചായയുടെ സമയമായപ്പോൾ ഞാനെടുത്ത് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചളവറയൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഈ ജോലികളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വൈകുന്നേരത്താണ് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ ആയിട്ടുണ്ട്. അവർക്കുള്ളത് മേലെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ഞങ്ങൾ. പിന്നെ ചായയും മിച്ചറും ഒക്കെ കൂടി കഴിച്ചു. അതിന് ശേഷം പിന്നെ രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയും പിന്നെ ഈ ഒരു മീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ സിലോപ്പിയുടെ പോലത്തെ ഒരു മീൻ, ഇതിൻ്റെ പേര് സിൽവറാവോലി അങ്ങനെ എന്തൊരു, അല്ല സിലോപ്പിയുടെ പോലത്തെ ഒരു മീൻ, സിലോപ്പിൻ്റെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും നേരാക്കാൻ പറഞ്ഞിട്ട് കടന്നു വരുന്നില്ല കേട്ടോ മുന്നിലേക്ക്. അപ്പോൾ ഞാൻ നേരാക്കിക്കോളാമെന്ന് വെറുതെ പറഞ്ഞാണ്. അത് ലാസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് തന്നെ ആയിട്ട് അന്നെനിക്ക് നേരാക്കിക്കോന്ന് പറഞ്ഞിട്ട്. ഇവിടെ മീൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാനാട്ടോ നേരാക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മീനൊന്നും ഇവിടെ അധികം വാങ്ങിക്കാറില്ല. അധികം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെട്ടി തരുമല്ലോ ഒരു കടയിൽ നിന്ന് തന്നെ, അങ്ങനെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങനെ മീൻ ഒന്നടക്കനെ ഇവിടെ കൊണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് കത്തിക്കണമെങ്കിൽ നല്ല മൂർച്ചയായ കാരണം കൊണ്ടേ നന്നായിട്ട് തന്നെ മീൻ മുറിയണുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ മുള്ളൊക്കെ കുത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല മുള്ളല്ലേ, മുള്ള് പറഞ്ഞാൽ ഇത് ചിറക്, ആ സംഭവം കയ്യിൽ കുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം തന്നെ പറയണം. അവരവിടെ മേലെ പണിയെടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ പണിയെടുക്കുക നല്ലതെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം പിന്നെ മേലേക്ക് പോയിട്ട് ഒരേ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മറന്നു പോവുകയും ചെയ്തു കേട്ടോ വീഡിയോ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.